പ്രിയമുള്ളവരെ നമസ്കാരം. ആളിനെ അറിയത്തില്ലയോ? വലിയ മോട്ടിവേഷനൊക്കെ ചെയ്യുന്ന ഒരാളാ. രണ്ട് കാലിലും മന്ത് വെച്ചിട്ടാണ് ഒറ്റക്കാലിലും മന്തുള്ള ആള് കുറ്റം പറയാൻ നടക്കുന്നത്. പുള്ളിക്കാരൻ്റെ കഥ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ അടുത്ത് ഒരുപാട് കണ്ടതാണ് ലൈവായിട്ട്. എന്തായാലും ഇദ്ദേഹത്തിനുള്ള മറുപടി വളരെ കൃത്യമായി തന്നെ നമ്മുടെ ഈ സഹോദരി പറഞ്ഞിട്ടുണ്ട്. കാരണം ആ സഹോദരി പറയുമ്പം അത് കൃത്യമായി അത് മനസ്സിലാക്കിക്കൊള്ളും. നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അതിന് വേറൊരു വഴിത്തിരിവിലേക്ക് അത് കൊണ്ടുപോകും. എന്തായാലും നമുക്കത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എനിക്ക് എന്തോ ഇഷ്ടമാണ് ചാന്തുവിട്ട്. അത് കഴിഞ്ഞിട്ട് പറയാണ് സോയിലല്ല ജനിച്ചെന്നുള്ളത് തന്നെ കണ്ട ആർക്കും മനസ്സിലാവും. പിന്നെ എന്തിനാ ഈ നുണ പറയുന്നത്? ഇനി അടുത്തുകൊണ്ട് അത് പറയുന്നില്ല. ബിലാലുൽ അതിന്റെ കൗമുണ്ട് അവിടെ. അത് നിങ്ങളെപ്പോലെ ഇരിക്കും കണ്ടാൽ. അവർക്ക് നിരന്തരം കഞ്ചാവ് വേട്ടയും അല്ലെ അതുപോലെ തന്നെ ബ്രൗൺ ഷുഗറും അതുപോലെ തന്നെ കൊക്കൈനും പിന്നെ ഈ തോക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം അടി നടക്കുന്ന ഒരു കൗമുണ്ട്. ഒരു കൗമ് ആ കൗമിൽ ജനിച്ചതുപോലെ ഉണ്ട് താങ്കളെ കണ്ടാൽ. ആളെ മനസ്സിലായല്ലോ. മാരിയ ജോസഫ് ഭയങ്കര മോട്ടിവേഷൻ സ്പീക്കറാണ്, സുവിശേഷ പ്രസംഗകനാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ദൈവത്തിന്റെ കുഞ്ഞാടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അത്രയുമൊക്കെ ഗുണങ്ങളുള്ള നമ്മുടെ മാരിയ ജോസഫ് ആണ് ഒരാളെ വന്ന് ഇങ്ങനെ ബോഡി ഷേമിങ് കൊടുക്കുന്നത്. ഇങ്ങനൊക്കെ ചെയ്യാമോ കുഞ്ഞാടെ? ഇതൊക്കെ തെറ്റല്ലേ? ദൈവം പൊറുക്കുവോ? കർത്താവ് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനൊക്കെ ചെയ്യാനായിട്ട്? എന്റെ പൊന്നു ചങ്ങാതി, ഭാരതത്തിലുള്ള എല്ലാ ഔദാര്യവും താങ്കൾക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞത് ആരുടെ ഔദാര്യം കൊണ്ടാണെന്ന് ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടാ ഇവിടെയുള്ള ഹൈന്ദവരുടെ ഔദാര്യം കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാ. ഭാരതത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും താങ്കൾക്കും കിട്ടുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനെന്തിനാ ഇത്ര ഹാസ്യം? താങ്കൾ കുറെ ഹാസ്യത്തിലൂടെ ജനങ്ങളെ പറ്റിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ജനങ്ങളെല്ലാം ഭയങ്കര സ്ട്രെസ് ആയിരിക്കുമ്പോൾ കുറച്ച് ചിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ കോമാളിത്തരം കണ്ടിട്ട് അവർ ചിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ കുറച്ച് വർഗീയ വിഷവും കൂടെ അങ്ങ് കുത്തി കയറ്റുന്നതല്ല താൻ ചെയ്യുന്ന പണി. സ്വന്തം ഭാര്യക്ക് 100 രൂപ ചെലവിന് കൊടുക്കടാ സുലൈമാനെ. സ്വന്തം ഭാര്യ ടി വി ബോക്സിൽ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി അവളിപ്പോൾ ചെലവിന് സ്വന്തം ജീവിക്കാൻ വേണ്ടി അച്ചടക്കം നടത്തുക. പാട്ടിനടിക്കുന്ന പോലെ അടിക്കുന്ന ബാക്കി ഞാൻ പറയുന്നില്ല. ഇത്തരം നീ 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. 500 വേണ്ട 300 രൂപ സ്വന്തം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഒരു സുവിശേഷകന് പറ്റിയ ഒരു കാര്യമാണ് ഇങ്ങനെ കാണിക്കുന്നത്. എന്തോ നീ കാണിക്കുന്നു വന്നിരുന്ന്. ആ ഉസ്താദ് ചോദിച്ചത് ശരിയല്ലേ? സ്വന്തം ഭാര്യയുടെ തലയൊക്കെ അടിച്ചു പൊട്ടിച്ച് ചോര ഒലിപ്പിച്ച് ആ പാമ്പും ജിജിമാരിയോ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ കാഴ്ച ഈ ലോകം മൊത്തം കണ്ടതാണ്. അത് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് പുള്ളിയോ സുവിശേഷ പ്രസംഗകന് അല്ല, നിങ്ങൾ ചെലവിന് കൊടുത്തിട്ടാണോ അവർ കഴിയുന്നത്? സത്യം പറഞ്ഞാണ്ടല്ലോ, ഈ മാരിയ ജോസഫിന്റെ വൈഫായ ജിജി മാരിയോ അവരോട് ഇപ്പം നല്ല ബഹുമാനമുണ്ട്. രണ്ടുപേരും തമ്മിൽ തല്ലി പിരിഞ്ഞപ്പോൾ രണ്ടുപേരെയും കുറ്റം പറഞ്ഞായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും മോട്ടിവേഷൻ സ്പീക്കർ ആയിരുന്നല്ലോ. അപ്പം അത് വെച്ചിട്ട് യാതൊരുവിധ യോഗ്യതയും ഇല്ലാത്തവരാണ് നിങ്ങൾ, മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് യോഗ്യതയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒത്തിരി മാറി നിങ്ങളുടെ ഭാര്യ. കാരണം അവർ സ്വന്തമായിട്ട് ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവർ സ്വന്തം കാലിൽ ഇപ്പം നിന്ന് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അയ്യോ എൻ്റെ ജീവിതം തകർന്നേ എന്ന് പറഞ്ഞിട്ട് അവരവിടെ അവസാനിച്ച് പോയില്ല. ആ സ്ത്രീയോട് വളരെയധികം ബഹുമാനമുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈ പ്രവൃത്തിയും കോമാളിത്തരവും കാണുമ്പോൾ പുച്ഛം തോന്നുകയാണ് മിസ്റ്റർ, പുച്ഛം. 4 വീടുണ്ടോ? ഒരൊറ്റ വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കിയിട്ടില്ല. അവർ അവിടെ 4 വീടും അവർ സ്വയമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞാൻ പണിയെടുത്തുണ്ടാക്കി തന്നെയാണ്, അല്ലാതെ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടൊന്നുമല്ല. പണിയെടുത്തുണ്ടാക്കിയതാണ്. കഴിഞ്ഞ എന്താ പണി? ഈ കള്ളങ്ങളെല്ലാം വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞ് എടുത്ത മോട്ടിവേഷൻ ക്ലാസ്സോ, അതോ ഈ സുവിശേഷ പ്രസംഗമോ, അതോ ചാരിറ്റിയുടെ പേരിൽ ഒഴുകിയെത്തിയ കോടികളോ? എന്താ അങ്ങനെ പണിയെടുത്തതല്ലേ ഈ 4 വീടും? 21 വർഷം അവർക്ക് ചെലവിന് നീയാണോ അല്ലെ നിന്റെ വാപ്പയാണോ കൊണ്ടു കൊടുത്തത്? അവർ അന്തസ്സായി ജീവിക്കുന്നത്. ഇനി നീ നിന്റെ ഭാര്യനെ ഒരു കറുത്ത ചാക്കിനകത്ത് പൊതിഞ്ഞിട്ട് ഒരു മുറിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ ഈ അടുക്കളയിൽ മാത്രം? നിന്റെ ഭാര്യനെ പുറത്തു കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ സ്വാതന്ത്ര്യത്തോടെ കൊണ്ടുവരാൻ തനിക്ക് പറ്റുമോ? ആളിൻ്റെ ആ ഒരു ഭാഷയുടെ ആ ഒരു സ്റ്റൈല് മാറിയത് കണ്ടോ? ശാന്തിയായിരിക്കണം, ക്ഷമയായിരിക്കണം, നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം എന്നൊക്കെ ഒരുപാട് തവണ വിളിച്ചു കൂവിയ ഒരു മനുഷ്യനാണ്. ഇപ്പോൾ അയാൾ പറയുന്ന ആ ഒരു ഭാഷ, അയാളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എത്ര വൃത്തിഹീനമാണ്. അയാൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ മറ്റൊരാളുടെ ഭാര്യയെക്കുറിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം ഭാര്യ വീട്ടിൽ നിന്ന് യാതൊരു മനസ്സാക്ഷിക്കുത്തും തോന്നാതെ അടിച്ചിറക്കിയ വ്യക്തിയിൽ നിന്നും ഇതിൽ കൂടുതൽ വല്ലതും ആരെങ്കിലും പ്രതീക്ഷിക്കണോ? സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പരസ്യമായിട്ട് ബിസിനസ് ചെയ്യിപ്പോൾ പുറത്തിറക്കാൻ തനിക്ക് പറ്റുമോ? തനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ല, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ അവൾ ഇനിയും ബിസിനസ് ചെയ്യും, അവൾ ഇനിയും കാശുണ്ടാക്കും. അത് ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്യും, ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും. ആഹാ, ഇപ്പൊ നിങ്ങളങ്ങ് സ്വാതന്ത്ര്യം കൊടുത്തു, നിങ്ങളങ്ങ് ബിസിനസ് ചെയ്യാൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്ത് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞങ്ങൾ എന്താ പൊട്ടനാ? നിങ്ങളുടെ വിചാരം ഞങ്ങളൊക്കെ പൊട്ടന്മാരാന്നാ? ഞങ്ങളെല്ലാം കണ്ടും കേട്ടും ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവർ ചെറിയ ഒരു കുപ്പിയിൽ അച്ചാറിൽ നിന്നും തുടങ്ങി ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ആ ബിസിനസ് വളർത്തിയെടുത്തു. അത് അവരുടെയും അവർക്ക് ചുറ്റുമുള്ള അവരുടെ മക്കളെയും അവരുടെ ബന്ധുക്കളുടെയൊക്കെ കഷ്ടപ്പാടാണ്. അതെല്ലാം അവർ സോഷ്യൽ മീഡിയയിലൂടെ ഇട്ടതുകൊണ്ടാണ് ജനങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയത്, ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഓസിനങ്ങ് അടിച്ചെടുക്കുവാണോ?
മോട്ടിവേഷൻ സ്പീക്കറെ. എന്തുവാണ് അങ്ങാടി തോറ്റേനെ അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞാൽ വല്ലവൻ്റെ കുടുംബത്തിലെ രാജ്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ആസ്വദിക്കുന്നതാണോ ഡിഫൻസ്? അറിവ് എന്താ പാടേ? ഇത് തന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അങ്ങാടി തോറ്റതിന് അമ്മയോടാണോ? വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ട ഭാര്യ നല്ല നിലയിൽ ജീവിക്കുന്നത് കണ്ടിട്ട് ആ ഒരു കുശുമ്പും അസൂയയും കണ്ടവന്റെ നെഞ്ചത്ത് തീർക്കല്ലേ നിങ്ങളിപ്പോ ആ ഉസ്താദിനെ എടുത്തിട്ട് വറക്കുന്നതും അത് തന്നെയല്ലേ? ഒരു സുവിശേഷ പ്രസംഗകനാണ്, ഇടയ്ക്കൊക്കെ അങ്ങ് മറന്നു പോകുന്നുണ്ട് മോട്ടിവേഷൻ സ്പീക്കറെ. ഒരു ഉസ്താദ് എന്ന് പേരെങ്കിലും ഇല്ലല്ലോ, അതിന്റെ മര്യാദയെങ്കിലും കാണിക്കും. ഞാൻ ഒരു മോട്ടിവേഷൻ സ്പീക്കർ അല്ലെങ്കിൽ ഒരു സുവിശേഷ പ്രസംഗകൻ എന്ന പേരെങ്കിലും ഇല്ലേ? അതെങ്കിലും ഒന്ന് ഓർത്തുകൂടെ? അങ്ങനെ മുസ്ലിങ്ങൾക്കല്ലേ അങ്ങനെ സ്വർഗ്ഗ സക്കാത്തൊക്കെ സംവിധാനങ്ങളുണ്ട്, അങ്ങനത്തെ നടക്കാത്തുണ്ട്, അവകാശം പറയാനുണ്ട്. എന്ത് പൊട്ടത്തരാ ചങ്ങാതി വിളിച്ചു പറയുന്നത്? സദക്കയും സക്കാത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമേ സംവിധാനമുള്ളൂ. എടെ നിന്റെ ഈ മുസ്ലിം എന്ന് പറയുന്ന സാധനം തന്നെ മോഷ്ടിച്ച് കൊണ്ടുപോയത് പഴയ നിയമ ബൈബിൾ പെന്ററ്റോക്കിൽ നിന്നും അതുപോലെ തന്നെ പ്രവാചക ചരിത്ര നബിയും കത്തുബീനിൽ നിന്ന് മോഷ്ടിച്ചതല്ല. അതുകൂടാതെ പുതിയ നിയമത്തിലെ ഇഞ്ചിലിൽ നിന്ന് മോഷ്ടിച്ച് കൊണ്ടുപോയതല്ലേ? ഇതുകൂടാതെ അന്ന് പേർഷ്യയിൽ ഉണ്ടായിരുന്ന വിഗ്രഹാരാധകർ ഹൈന്ദവരുടെ കോപ്പി അടിച്ച് കൊണ്ടുപോയതല്ലേ? എന്താ നിനക്ക് സംശയം ഉണ്ടോ? ഞാൻ പറഞ്ഞു തരണം ഓരോന്നോരോ. ഇപ്പൊ ഇവിടെ ആരാണ് വർഗീയത തുപ്പുന്നത്? നിങ്ങളല്ലേ വർഗീയത തുപ്പുന്നത്. നിങ്ങളുടെ ആ വർഗീയതയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ജനിച്ചത് ഒരു ഇസ്ലാമായിട്ടാണ്, കുറച്ച് നാൾ വളർന്നതും ഇസ്ലാമായിട്ടാണ്. പിന്നെ നിങ്ങൾ ക്രിസ്ത്യൻ മതമൊക്കെ സ്വീകരിച്ച് അത് അങ്ങോട്ട് വിശ്വസിച്ച് സുവിശേഷ പ്രസംഗമൊക്കെ നടത്തി കുറച്ച് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കൊടുത്തു, നാട്ടുകാരെയൊക്കെ അങ്ങോട്ട് പറ്റിച്ച് ചാരിറ്റീവൊക്കെ നടത്തി അതിൽ നിന്നും വന്ന കോടികളുടെ പുറത്ത് ജീവിച്ച് അവസാനം ഭാര്യ മക്കളെയും അടിച്ചിറക്കി വിട്ട നിങ്ങളാണ് ഇപ്പം വന്നിരുന്ന് വർഗീയത തുപ്പുന്നത്. നിങ്ങൾക്ക് ആ ഉസ്താദിനെ പറയാനായിട്ട് എന്ത് യോഗ്യതയാണ് മിസ്റ്റർ ഉള്ളത്? ഈ ബൈബിളും ഖുറാനും ഭഗവത്ഗീതയും ഒന്നും ഒരാളുടെയും കുത്തകയല്ല. സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പം സ്വയം കോമാളിയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഭാര്യയോട് സഹതാപം തോന്നുകയാണ്. ഇത്രയും നാൾ നിങ്ങളെ സഹിച്ച് നിങ്ങളുടെ കൂടെ ജീവിച്ചില്ലേ? കുറച്ചാണെങ്കിലും ആൾക്കാർ തെറ്റിദ്ധരിച്ചു അവരെയും കുറ്റപ്പെടുത്തിയായിരുന്നു. ശരിക്കും നിങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോയതാണ്. അവരിപ്പോൾ നല്ല രീതിയിൽ അന്തസ്സായിട്ട് മക്കളെയും നോക്കി കുടുംബം നോക്കി എല്ലാ കാര്യങ്ങളിലും നല്ല ആക്റ്റീവായിട്ട് നല്ല തൻ്റെ ഇടമുള്ള നല്ല ഊർജ്ജവമായിട്ടുള്ള നല്ല ഒരു സ്ത്രീ ആയിട്ട് അവർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്രെഡിറ്റും കൂടി അടിച്ചടിക്കാൻ ഇടയിൽ നോക്കുന്നുണ്ട് മാരിയോ ജോസഫ്. വളരെ കഷ്ടം തോന്നുന്നു മിസ്റ്റർ. നിങ്ങൾ മതത്തെക്കുറിച്ചിട്ട് പറയാൻ നിങ്ങൾക്ക് ഇത് യോഗ്യതയാണുള്ളത്. നമുക്ക് മോട്ടിവേഷൻ കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്, അല്ലാതെ മറ്റൊരാളല്ല നമ്മുടെ ജീവിതത്തിൽ കയറി നമുക്ക് മോട്ടിവേഷൻ തരേണ്ടത്. ക്ഷമയാണ് ജീവിതം, ക്ഷമയാണ് എല്ലാം എന്ന് പറഞ്ഞ ആളാണ് ഇതുപോലെ വന്നിരുന്ന് ക്ഷമകെട്ട വർത്താനം പറയുന്നത്. കഷ്ടം. ഇതിൽ വലിയ മറുപടി സ്വപ്നത്തിൽ മാത്രം. താങ്ക് യു ഫോർ വാച്ചിങ്.